നിർദ്ദേശിക്കുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടത്തുക എന്നതായിരുന്നു ഗവർണർക്ക് മുന്നിലുള്ള ജനാധിപത്യ വഴി. എന്നാൽ ആ പട്ടികയ്ക്ക് പുറത്തു നിന്ന് ഗവർണർ വീണ്ടും നിയമന ശുപാർശ നൽകുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തിലെ നിയമം അറിയാവുന്നവർക്കെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: സർക്കാർ സമർപ്പിക്കുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്ന് വേണം ഗവർണർ നിയമനം നടത്താൻ. അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അവകാശമാണ്. ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തുകയല്ല ചെയ്തത്. ആ പട്ടികയിൽ നിന്ന് ഒരു പേര് മാത്രം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ നിയമനം നടത്താൻ പോകുന്നത് സുപ്രീം കോടതി തന്നെയാണ്. ഗവർണറുടെ നിയമനം കോടതി അംഗീകരിച്ചില്ല. സർക്കാർ നൽകിയ മുൻഗണനാ പട്ടികയും അംഗീകരിച്ചില്ല. കോടതി തന്നെ ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ കോടതി രൂപീകരിച്ച ഒരു സമിതിയോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിൽ അതൊട്ടും അഭികാമ്യമല്ല. ജുഡീഷ്യറി അല്ല എക്സിക്യൂട്ടീവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിൽ പൂർണ്ണമായും സർക്കാരിനാണ് അവകാശം. ആ തീരുമാനത്തെ അംഗീകരിക്കേണ്ടത് ഗവർണറുമാണ്. അതിനു മുകളിൽ കോടതി തീരുമാനിക്കേണ്ടി വരുന്നത് ഒട്ടും നല്ലതിനായിരുന്നില്ല. ഇവിടെ കോടതി ഒരു തീരുമാനവും എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. കോടതി ചെയ്തത് സുധാംശു ധൂലിയോട് ഒരു പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ്. ഭരണഘടനയെ മറികടക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഗവർണറുടെ ഭാഗത്തു നിന്നോ നീക്കമുണ്ടായാൽ കോടതിക്ക് ഇടപെടാം. ഇവിടെ കോടതിയുടെ ഇടപെടൽ ജനാധിപത്യത്തിന് അനുകൂലമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്.